അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് മുന്നോടിയായി ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ കലവറ നിറയ്ക്കൽ സമർപ്പണം നടന്നു. ഭക്തജനങ്ങൾ സമർപ്പിച്ച വിഭവങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ക്ഷേത്രാങ്കണത്തിൽ ഭക്തി നിർഭരമായി നടന്നു. ഏപ്രിൽ 20 തിങ്കളാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകളിലെ പ്രസാദയൂട്ടിന് ആവശ്യമായ വിഭവങ്ങളാണ് ഭക്തജനങ്ങൾ ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിച്ചത്. രാവിലെ 7:30 മുതൽ ആരംഭിച്ച ചടങ്ങിൽ അരി, നാളികേരം, ശർക്കര, പച്ചക്കറികൾ, മറ്റ് പല വ്യഞ്ജനങ്ങൾ എന്നിവയുമായി നിരവധി ഭക്തർ പങ്കെടുത്തു. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനുസരണം വിഭവങ്ങൾ സമർപ്പിക്കാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ പുണ്യസങ്കേതത്തിൽ നാളെയാണ് പ്രധാന പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത്. ഇതിനായുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പ്രതിഷ്ഠാദിനം നാളെ ആഘോഷിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്നിവിടെ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ഈ 11ാമത് പ്രതിഷ്ഠാദിനം ഒരു പ്രത്യേകതയുള്ളതാണ്. കാരണം 12ാമത്തെ പ്രതിഷ്ഠാദിനം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ വിപുലമായ ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട്. അതിനൊക്കെ പിന്നീട് തീരുമാനമുണ്ടാവും. പ്രതിഷ്ഠാദിനത്തിൻ്റെ പ്രത്യേകത അന്തിമഹാകാളനും അതേമാതിരി ക്ഷേത്രവും പരിസരങ്ങളുമെല്ലാം ശുദ്ധീകരിക്കുക, ചൈതന്യവത്താക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് പ്രാസാദ ശുദ്ധി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതേമാതിരി ബിംബശുദ്ധി എന്ന് പറഞ്ഞാൽ ബിംബത്തിന് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഭക്തജനങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ വന്നിട്ടുള്ള പ്രവർത്തന വൈകല്യം കൊണ്ടുണ്ടാകുന്ന ച്യുതി, ചൈതന്യ ച്യുതിയിൽ നിന്ന് മോചനം നേടി ചൈതന്യവത്താക്കുക എന്നുള്ളതാണ്. ഭക്തജനങ്ങളോട് ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ കലശം ബ്രഹ്മകലശവും മറ്റു കലശങ്ങളും ആടിക്കഴിഞ്ഞാൽ ചൈതന്യവത്തായി ഈ ബിംബത്തെ ദർശനം വളരെ പുണ്യദായകമാണ്. അത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും കുടുംബസമേതം വന്ന് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നാടിൻ്റെ ക്ഷേമത്തിനും വേണ്ടി ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് കൈപ്പറ്റണമെന്ന് ക്ഷേത്രസമിതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ തുടർന്നുണ്ടാകുന്ന അന്നദാനത്തിനും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. പിന്നെ വൈകുന്നേരം പാമ്പന്മാരെ പ്രതിഷ്ഠയും ചടങ്ങുകളും മറ്റ് പരിപാടികളുണ്ട്, അതിലും പങ്കെടുക്കണം. എല്ലാ കാര്യങ്ങളിലും എല്ലാ പരിപാടികളിലും ഭക്തജനങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. ഭക്തജനങ്ങൾക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാറ്റിലും പങ്കെടുത്ത് സമിതിയോട് പരമാവധി സഹകരിക്കണമെന്ന് സമിതിക്ക് വേണ്ടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. CCV ന്യൂസ്, ചേലക്കര. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്.